ഇന്നത്തെ വ്ളോഗ് ഗ്ലോബൽ വില്ലേജ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്ലോബൽ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പോകട്ടോ. എന്തൊക്കെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ട്രൈ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക ആണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അതാ റൗഫ് പിസ്സ ഗഫൂർക്ക് ഉണ്ടെന്ന് പെപ്സിയുടെ മൂടിയൊക്കെ കൊടുത്ത് ടിക്കറ്റൊക്കെ ഫ്രീ ആയിട്ട് കിട്ടി. കിട്ടുമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കിട്ടി. സംഭവം ഫ്രീ എൻട്രി ആണ്. പക്ഷെ ഉള്ളിലുള്ളതിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ് കേട്ടത്. എന്തായാലും നമുക്ക് കയറി വെക്കാം, ട്രൈ ചെയ്യാം. അതൊക്കെ കയറാണ്. $4. തിരക്കില്ലാത്ത ദിവസം നോക്കി വരണം എന്ന് പറഞ്ഞിട്ട് വീക്ക് ഡേയ്സിലൊക്കെ വരാനൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ്. ഇന്ന് ബുധനാഴ്ചയാണ്, പക്ഷേ തിരഞ്ഞെടുത്ത ദിവസം കറക്റ്റ് ക്രിസ്മസ് ഈവ് ആയിപ്പോയി. സാധാ ദിവസത്തിനൊക്കെ തിരക്കായിപ്പോൾ. ഇതിലും ഭേദം വീക്കെൻഡാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസാന ഇന്റർനാഷണൽ ട്രിപ്പ് കൊണ്ടുവരാന്നതാ. ആദ്യം നമ്മൾ പോണത് തുർക്കിയിലേക്ക്. അവിടുന്ന് പിന്നെ എങ്ങട്ടാ ചി പറഞ്ഞാൽ മതി. ഇപ്പൊ പറഞ്ഞ എല്ലാ രാജ്യത്തേക്കും ഞാൻ എത്തിക്കും. പിസാണെങ്കിൽ 2 എണ്ണം കൊടുത്ത് പിടിച്ചു വാങ്ങിയിട്ടുണ്ട് ഓടി വരും. തുർക്കിയിലെ തെരുവുകളിലൂടെ നടക്കാം. എൻ്റെ കൂടെയുള്ളത് സ്പൾബർഗ്. ആയിട്ട് സാധനം കിട്ടും വേണം. നെല്ലിക്ക ഉപ്പിലിട്ടത് അതാണ് ഇവിടുത്തെ സ്പെഷ്യല്. അത് കണ്ടിട്ടില്ലേ ഇൻസ്റ്റാഗ്രാമിലെ വൈറൽ നെല്ലിക്ക ഉപ്പിലിട്ടത് പറഞ്ഞിട്ട്? ആ, അത് കഴിക്കാനാ വന്നേക്കണ്. പാകിസ്ഥാൻ ഈ സ്പൈ ആയിട്ട് പോണം പാകിസ്ഥാനിക്ക്. എട്ടര വലിയത്. ഒരുപാട് വെറൈറ്റീസ് സാധനങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കും. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. എന്താ ഇവിടെ ഐറ്റം? ആ വെള്ളൈറ്റാണ് പിസ്സ വായെന്ന്. ഗ്രാൻഡ് ക്രിസ്മസ് ട്രീ ഫോട്ടോ എടുക്കാൻ വേണ്ടി റഫ് ജിയിലെ ഫോട്ടോഗ്രാഫർ ഉണർന്നു. ക്രിസ്മസിന് വേറൊരു വൈബ് തന്നെ ഉണ്ട് അവിടെ. ഇപ്പം ന്യൂ ഇയർ ആയി കഴിഞ്ഞാൽ അതിൻ്റെതായ ആഘോഷങ്ങളും കാര്യങ്ങളും വേറെ ഉണ്ടാവും. ബോസ്നിയൻ സ്കാവിക്ക. ഹായ്. എന്തോട്ട് സ്പെഷ്യൽസ്. അപ്പോൾ ഇതിനുള്ളിലേക്കാണ് കയറി നമ്മളിനി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. തിരക്ക് നോക്കിയേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പരിപാടി തുടങ്ങാം. അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഒന്ന് കണ്ടോക്കാം.
ഞാൻ ഒരെണ്ണം പറഞ്ഞു ഇത് വെള്ളം ഇറക്കണ് ആ പെണ്ണ് മേടിക്കാറുണ്ടിട്ട് ഇങ്ങനെ എന്താ ആവേശം അത് മേടിച്ചിട്ടുണ്ട് പോലെ മറ്റേ കൂടി മേടിക്ക് ഫസ്റ്റ് ഐറ്റം നമ്മൾ ട്രൈ ചെയ്യാൻ പോണ് ഏതാ ഹണി ചീസ് അത് ഹണി ചീസ് ഓക്കെ അതന്നെ റൊട്ടി അതന്നെ കഴിച്ചു നോക്കിയേ രസണ്ടാ ഇതിന്റെ അടിയിലാണ് ഇതിന്റെ ചീസൊക്കെ അതുകൊണ്ട് കിട്ടൂല ഹണി ചീസ് ട്രൈ ചെയ്ത് നോക്കാം അത് മറ്റേ നമ്മുടെ നാട്ടിൽ റിസപ്ഷനുമായ കിട്ടില്ലേ കോയമ്പൊറോട്ട ഹണി ചീസ് ഒരു നോർമൽ റൊട്ടിനുള്ളിൽ ചീസും ഹണി അതിന് കോയിൻ പൊറോട്ട വെച്ചിട്ട് ചൂടോടെ കഴിക്കാൻ കുഴപ്പമില്ലാണല്ലോ ട്രൈ ചെയ്യാന്നുള്ള അത്ര തന്നെ ട്രൈ ചെയ്യാൻ പോകുന്നു നമുക്ക് ടാക്കോ ലോക്കോ നോക്കി നോക്കാം ഏതാ പറഞ്ഞേക്കണ് മെക്സിക്കൻ ചിക്കൻ ടാക്കോസ് നോക്കി നോക്കാം പ്രിപ്പറേഷൻ ഉണ്ടാ കാണുമ്പൊക്കെ സെറ്റാണ് കേട്ടോ കഴിക്കുമ്പോ അറിയാം എങ്ങനെ ഉണ്ടെന്ന് വെള്ളിട്ടാണ് അവിടെ ഒരു പരിപാടി ഇവിടെ മെയിൻ പരിപാടി തുടങ്ങിക്കോ ചൂടുണ്ടാവും മുക്കാനുള്ള ക്ഷമൊന്നുമില്ല അതിന് മെക്സിക്കൻ ചൂടുണ്ടാ അങ്ങനെ കുഴപ്പമില്ല ചൂടും അവരും മിക്സ് ടേസ്റ്റ് ഉണ്ട് മറിച്ചിടും ഈ എന്താ നിലത്ത് പോയാ വിടലവിടെ ഷൂമൊക്കെ നോക്കണ്ട ചെരുപ്പൊന്നും നോക്കണ്ട and ഇത് കൊള്ളാല്ലേ സാധനം പിസ ആർത്തിയോടെ ഒരു കഷ്ണം കഴിച്ചത് ആ ചിക്കൻ എടുത്തിട്ട് പോയി നമ്മൾ ട്രൈ ചെയ്യാൻ വേണമെങ്കിൽ കഴിച്ചാ ബോസ്റ്റൺ ഹൗസിൽ പക്ഷെ ഇതിന് കുറച്ചധികം തിരക്കുണ്ട് എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഞാൻ ഈ സാധനം മേടിച്ചു തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് ഈ ആ പേര് വായിക്കണം ഫുള്ള് വായിക്കേ വായിക്കേ അതല്ല ഇത് വായിച്ചത് വാങ്ങിയരാ ഈ ഫുഡിന്റെ
ഈ ഒരു ഐറ്റത്തിന്റെ പേര് വായിച്ചേ. ഇത് വായിച്ചാ മേടിച്ചരാ. ബോസ്നിയൻ പെൽജിസ്കോഷ് ബോസ്നിയൻ പക്കോടെ വായിക്ക്. അവിടെ പോയിട്ട് ഒരു ബോസ്നിയൻ പ്ലക്ക. വില്ലേജ് വന്നതിന്റെ ഉദ്ദേശം തന്നെ കേട്ടാ, പല പല രാജ്യങ്ങളുടെ പല ഫുഡുകൾ ട്രൈ ചെയ്യാൻ വേണ്ടിട്ട്. വരാം കഴിക്കേ. കുറച്ച് കാണുമ്പോ വലിപ്പൊക്കെ ഉണ്ട്, നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ട്. താങ്ക് യു. ബാ സാധനം ട്രൈ ചെയ്ത് നോക്കാം. ഏയ് പള്ളിയിൽ ചോറിനായിരിക്കണം. തുറക്ക്. എന്താ സന്തോഷം. കാണിച്ചത് റൊട്ടിയോട് കൂടി കടിക്കുക, അപ്പൊ അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ. ശേഷിണ്ടാ ട്രൈ ചെയ്തേ. ബോസ്നിയൻ ഹൗസിലെ ബോസ്നിയൻ ബയാസ്ക ഫിച്ച നോക്കി വയ്ക്കണം. ഗഫൂർക്കാക്ക് കോൾ ചെയ്തിട്ട് തിന്നണമെന്നുണ്ട്. ഈ റൊട്ടിയും എല്ലാം കൂടി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു രസറിയ ചീസ് എല്ലാം ഉണ്ട്. സൈഡിൽ മീറ്റ് ഉണ്ട് അതിന്. Russia, Thailand. തമിഴ്നാടിന്റെ പവലിയനില് പോയ പാലുപരി ഇട്ടൊന്ന് ചോദിച്ചേക്ക് എവിടെ സെക്യൂരിറ്റി, തമിഴ്നാടിന്റെ പവലിയൻ എവിടെ? തമിഴ്നാടിന് ഒമാൻ.
എത്ര റെന്റ് ഇത് എത്ര റെന്റ് ഉച്ചക്ക് പോയിട്ട് ഇവിടെ ബെഡ് സ്പേസ് ഉണ്ട്. ഫൈനലി നമ്മുടെ സ്വന്തം ഇന്ത്യ. അവിടെ ഇന്ത്യ എത്തി. തമിഴ്നാട്ടിൽ കയറിക്കോ. ഒരു ഉച്ചക്ക് തമിഴ്നാട്ടിൽ തന്നെ പോയി ഉച്ചക്ക് പോയിട്ട് ഇന്ത്യയിലാണ് തമിഴ്നാട് വരുന്നത്, അതറിയോ? അതന്നെ പറഞ്ഞു. അതിനുള്ളിൽ കയറിയിട്ട് ചോദിച്ചു നോക്കി തമിഴ്നാട് എവിടെയാണ്. പാമ്പാട്ടി കാറ്റ് അങ്ങനെ വിചാരിച്ച സ്വീറ്റ്സ് കഴിക്കാൻ പറ്റിയില്ല. ഒരു നിരാശയുണ്ട്. രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. അതുകൊണ്ട് കഴിച്ചതിനൊരു ഫുൾ സ്റ്റോപ്പ് വന്നില്ല. അതെ അതെ അതെ, ഒന്നുകൂടി വരണം. ഇനി ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാണ്ടല്ലേ. നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും. അപ്പോൾ അവസാനിപ്പിക്കല്ലേ?